ഹായ് ഫ്രണ്ട്സ്, ഡിഗ്രി പ്രിലിംസിൻ്റെ 2024 പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ട് 1 ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം, മുകളിലായിട്ട് ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 2-ൽ നമുക്ക് 11 മുതൽ 21 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 11 മുതലുള്ളത് ഞാൻ ആദ്യത്തെ ഒരു ഐഡിയ പറയാം, 11 മുതൽ എങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത്. 11ാമത്തെ ക്വസ്റ്റ്യൻ പ്രീവിയസ് പഠിക്കുന്നതാണ്, പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. 12ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നമുണ്ട്, മിസ്റ്റേക്കാണ്, ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ ഈ ഫൈനൽ ആൻസർ കീയിൽ പോലും എന്ത് ചെയ്തിട്ടില്ല, അത് ഡിലീഷൻ ആയിട്ടില്ല. എന്താണെന്നുള്ളത് അറിയില്ല, മേ ബി ആ കാൻഡിഡേറ്റ്സ് അന്ന് കൊടുത്തിട്ടുണ്ടാവില്ല ഡിലീഷന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ 13 ഇതിലെ ചില ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ചിലത് എങ്ങനെയാണ് ഒരു മെറ്റമോർഫിക് റോക്ക് ഉണ്ടാക്കുന്നതാണ്. പക്ഷേങ്കിൽ എല്ലാം കൂടി ഒന്ന് ചോദിച്ചാൽ കണ്ടില്ല ഇതുപോലെ. 14ാമത്തെ ഒരു ഏകദേശം ഒരു ഫ്രഷ് ക്വസ്റ്റ്യൻ തന്നെ പറയാം. 15 എന്നുള്ള കറണ്ട് അഫെയർ ആണ്. പിന്നെ ഉള്ളത് 16 കോമൺ ആയിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് അറിയാവുന്ന, എക്കണോമിക്സ് പഠിക്കുന്ന ആൾക്ക് അറിയാവുന്നതാണ്. 16 അതേപോലെ 18 ഇക്വേഷനാണ്. 17 കോമൺ ആയിട്ട് കിട്ടും. 19 ഇയർ പഠിച്ചിട്ട് കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി വന്നത് ഏത് 5 ഇയർ പ്ലാൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഇയർ അറിയെങ്കിൽ ആ 5 ഇയർ പ്ലാന് വേഗം കിട്ടും. പിന്നെ 20 ഒരു കറണ്ട് അഫെയർ റിലേറ്റഡ് ആണ് സാധനം. ഓക്കെ, അപ്പോൾ 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല, വലിയ ബുദ്ധിമുട്ടില്ല. കുറച്ചൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും വലിയ പ്രശ്നം ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ചിലതൊക്കെ മലയാളം വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഞങ്ങൾക്ക് അതിന് കറക്റ്റ് മീനിങ് എന്താണെന്നുള്ളത് കറക്റ്റ് ക്ലിയർ ആവില്ല കേട്ടോ. ഇംഗ്ലീഷ് ഭാഗം കൂടി വായിക്കാനുള്ള ശ്രദ്ധിക്കണം. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഫ്രഷായിട്ട് നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? കോമൺ ആയിട്ട് നമ്മളിപ്പോൾ എപ്പോഴും പഠിക്കുന്നത് കൊല്ലം കോട്ടപ്പുറം മാറിയിട്ട് കൊല്ലം കോഴിക്കോട് നിന്ന് എപ്പോഴും പഠിക്കാറുണ്ടല്ലേ. നാഷണൽ വാട്ടർവേ 3, ദേശീയ ജലപാത 3. ആകെ കേരളത്തിൽ ഉള്ള ഏറ്റവും ഇതാണ് നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളെപ്പോഴും പഠിക്കുന്നത് കൊല്ലം ടു കോഴിക്കോട് എന്നാണ്. അപ്പോൾ ഏകദേശം ആൻസർ അവിടെ കിട്ടും. ഇതിൻ്റെ കിലോമീറ്റർ ഒന്ന് ഓർത്ത് വെച്ചോട്ടോ, 365 കിലോമീറ്ററാണ് എന്ത് ഈ നാഷണൽ വാട്ടർവേ 3യുടെ കിലോമീറ്റർ എന്നാണ്. ആ 365 ദിവസം ഒരു വർഷത്തിലുണ്ടാകുന്നു. 366 ദിവസം എന്നുള്ളത് ഓർത്ത് വെച്ചാൽ 360 ഒരു വർഷം മുഴുവൻ ഇങ്ങനെ എന്ത് ചെയ്യുക, ജലപാത കൂടി യാത്ര ചെയ്യാം എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ ഈ കിലോമീറ്റർ അവിടെ ഓർത്ത് വെക്കാം. ഓക്കെ, ഇത് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ചോദിക്കാൻ കുറച്ച് ചാൻസ് ഉണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ. ഇനി നാഷണൽ വാട്ടർവേ 1 മുതൽ പറയുകയാണ്. നാഷണൽ വാട്ടർവേ 1 കേട്ടോ. 1 എവിടുന്ന് മുതൽ എവിടെയാണ്? ഹാൽഡിയ മുതൽ അലഹബാദ് വരെ ഗംഗാ നദിയിലാണ് ഹാൽഡിയ ടു അലഹബാദ് കേട്ടോ. മെയിനായിട്ട് ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. നാഷണൽ വാട്ടർവേ 2 ദേശീയ ജലപാത 2 സാദിയ ദുബ്രി. അത് സെക്കൻഡ് എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. സെക്കൻഡിൽ എന്തുണ്ട്, സാദിയുണ്ട്, ദുബ്രിയുണ്ട്. അത് അവിടെ കിട്ടും. ഇനി ഫസ്റ്റിലത്തതും അവിടെ കിട്ടും നിങ്ങൾക്കത്. ഫസ്റ്റിലത്തത് എന്താണ്? അലഹബാദ്, ABCD ആണല്ലോ ഫസ്റ്റ് ലെറ്റർ, അങ്ങനെ അതും അവിടെ കിട്ടും. പിന്നെ ഉള്ളത് നാഷണൽ വാട്ടർവേ 3 കാക്കിനാട മുതൽ എവിടം വരെ? പുതുച്ചേരി വരെ. ഓക്കെ, നാഷണൽ വാട്ടർവേ 4 താൽച്ചർ, ദംറ. നാഷണൽ വാട്ടർവേ 3 അല്ല 4 ആണ്. 3 നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ കേരളത്തിലാണെന്ന്. നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത് എവിടെയാണ്? കൊല്ലം, കോഴിക്കോട് കേട്ടോ. ഇത് നാഷണൽ വാട്ടർവേ 4 ആണ്, കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. പറഞ്ഞ മാറിപ്പോയതാണ്, കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. നാഷണൽ വാട്ടർവേ 5 ആണ് ഏത്? താൽച്ചർ, ദംറ. താൽച്ചർ മുതൽ ദമറ വരെ. 5 എണ്ണമാണ് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണല്ലത്. 5 എണ്ണം പഠിച്ചു നോക്കണം, നിർബന്ധമാണ്. ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ അറിയപ്പെടുന്നത് ഏതാ? അത് വെസ്റ്റ് എവിടെയാണെന്ന് നോക്കിയാൽ മതി. ഭൂപടത്തിൽ നോക്കിയാൽ വെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വല്ല വരുന്നത്, കേരളം ഈ സൈഡിലാണ് വരുന്നത്. അപ്പോൾ നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഏതായിരിക്കും? വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത്. ഇനി നാഷണൽ വാട്ടർവേ 5 ആണ് ഇവിടെ വരിക, ഏത്? താൽച്ചർ, ദാംറ. അതാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ കേട്ടോ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് അതാണ്. റെഡി? ഒന്ന് ഓർത്ത് നോക്കണേ. ഇനി അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യനിൽ പ്രശ്നമുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിയ ഫൈനൽ ആൻസർ കീയാണ് ഈ തന്നിരിക്കുന്നത്. ഫൈനൽ ആൻസർ കീയാണ്. അതിൽ 12ൽ B ആണ് അവർ കൊടുത്തിരിക്കുന്നത്. 12ൽ Bയുടെ പ്രശ്നം എന്താ? താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂതാപനിലയം ആണെങ്കിലാണ് ഏത് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരിക? 1, 3 ആൻസർ ആയിട്ട് വരിക. 1, 3 തത്തപ്പാനിയും പുകയും എന്താണ്? ജിയോതെർമൽ ഭൂതാപനിലയങ്ങളാണ്, ജിയോതെർമൽ പവർ പ്ലാന്റ്സ് ആണ്. ഓക്കെ, തത്തപ്പാനിയും പുകയും.
പക്ഷേ ഇതിൽ താപനിലയമല്ല, കറക്റ്റ് ഇംഗ്ലീഷിലും അവർ കൊടുത്തിട്ടുണ്ട്, താപനിലയമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളവിടെ ഇംഗ്ലീഷ് സെഷൻ നോക്ക്. ഇംഗ്ലീഷ് സെഷനിൽ 12ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ജിയോ തെർമൽ പവർ ഫീൽഡ് എന്നാണ്. ഓക്കെ, അതൊക്കെ ഡിലീഷൻ പോട്ട ക്വസ്റ്റ്യൻ എന്തായാലും ഇതിൽ ആൻസർ കൊടുത്തുണ്ടോ. അതായത് ഒരു തെറ്റുത്തരം എഴുതിയ ആൾക്ക് അവിടെ ഒരു മാർക്കാണ് അവിടെ കിട്ടുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത് വലിയ പ്രശ്നം തന്നെയാണ്. അതെന്തോ ആട്ടെ, നമുക്ക് ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ ജിയോ തെർമൽ പവർ പ്ലാന്റിൽ മണിക്കരൻ കേട്ടോ, ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്ലാന്റിൻ്റെ പരീക്ഷണം മണിക്കരൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലാണ് മണിക്കരൻ വരുന്നത്. പഠിക്കണേ, നിർബന്ധമായിട്ട് പഠിക്കണം. ഈ തത്തപ്പാനി എവിടെയാണ് വരുന്നത്? ഛത്തീസ്ഗഡിൽ. കാംബെ ഗുജറാത്തിൽ. പുകാവാലി ലഡാക്ക്. ജിയോ തെർമൽ അത്രയേ ഉള്ളൂ, അധികമായിട്ടൊന്നും ഇല്ല ജിയോ തെർമൽ. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് പഠിക്കണം. +1 +2 അതിലേതൊരു SCERT ഉണ്ട് ജിയോഗ്രഫി. ഇതിൻ്റെ ഒക്കെ ലിസ്റ്റ് ഉണ്ട്, അതൊക്കെ പറയുന്നത്. ഇനി താപം എന്നതിൽ നമുക്ക് കുറച്ചധികം പഠിക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് പഠിക്കേണ്ട ഒന്ന് വിന്ധ്യാചൽ അറിയാം, മുന്ദ്ര ഗുജറാത്ത്, തൽച്ചർ ഒഡീഷ, ഓക്കെ, രാമകുണ്ടം തെലുങ്കാന, കോർബ ഛത്തീസ്ഗഡ്, റിഹാണ്ട് ഉത്തർപ്രദേശ്, ജർസുഗുഡ ഒഡീഷ. ഇതൊക്കെ എന്താണ്? താപ വൈദ്യുത നിലയങ്ങളാണ്. ഇനി അടുത്ത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് പറയുകയാണെങ്കിൽ, ജലവൈദ്യുത നിലയം ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ, അത് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് പറയുകയാണെങ്കിൽ ഏതൊക്കെ വരും? കൈക കർണാടക കേട്ടോ, അടുത്ത് ചോദിക്കുന്നതാണ് കൈക. കാരാപ്പൂർ ഗുജറാത്ത്. കക്രപ്പൂർ കേട്ടോ, കക്രപ്പാറ അറിയാണ്, കാരാപ്പൂർ അതല്ല, കക്രപ്പാറ. ഓക്കെ, താരാപൂരാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് എവിടെ വരുന്നത്? മഹാരാഷ്ട്രയിൽ വരുന്നത്. കൂടംകുളം എവിടെയാണ്? തമിഴ്നാട്. ഓക്കെ, കൽപ്പാക്കം അല്ലെങ്കിൽ കൂടംകുളമൊക്കെ തമിഴ്നാട്. നറോറ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, നറോറ ഉത്തർപ്രദേശിൽ ന്യൂക്ലിയർ പ്ലാന്റാണ്. പിന്നെ അതേപോലെ രാവത് ഭട്ട രാജസ്ഥാനിലാണ് രാവത് ഭട്ട, അതും കൂടി ഓർത്തുക. 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? തെറ്റായത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് പാരൻ്റ് റോക്ക് കൊണ്ട് രൂപാന്തരപ്പെട്ട പാറയാണ്. ഇതിലിപ്പോൾ റോക്സിൽ നമ്മൾ മെറ്റമോർഫിക് റോക്സ് പഠിക്കാണ്ടല്ലേ. ഒരു റോക്കിൽ നിന്ന് അതിൻ്റെ മുഖേന കാലഘട്ടം മാറി വരുന്നതിനനുസരിച്ച് രൂപം മാറിയിട്ട് വേർതിയും ഒരു പാറയായിട്ട് മാറും. ഓക്കെ, അതിൽ ഇതാണ് തെറ്റായിട്ട് വരുന്നത്, മണൽക്കല്ലല്ല ഏത് സിസ്റ്റായിട്ട് മാറുന്നത്. ബാക്കിയൊക്കെ ഗ്രാനൈറ്റ് കാലക്രമേണ ഗ്നീസായിട്ട് മാറും. ഇതിൻ്റെ ഇംഗ്ലീഷ് സെഷമാണ് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട്, ഇംഗ്ലീഷ് കാണുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവും. ഇത് ഗ്രാനൈറ്റ് ഗ്നീസായിട്ട് മാറും. ലൈം സ്റ്റോൺ ആണെങ്കിൽ മാർബിളായിട്ട് മാറും. ഷെയിലാണെങ്കിൽ എന്തായിട്ട് മാറും? സ്ലേറ്റ് ആയിട്ട് മാറും. ഓക്കെ, അത് അവിടെ ഓർത്ത് വെച്ചാൽ ഇവിടെ ബസാൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഷിസ്റ്റായിട്ട് മാറുന്നത്. ബസാൾട്ട്, ഇതിലെ സിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സിസ്റ്റ്, ബസാൾട്ടാണ് ഷിസ്റ്റായിട്ട് മാറുന്നത് കേട്ടോ. ഇനി കളിമണ്ണ് അതേപോലെ ഷെയിലൊക്കെ എന്തായിട്ട് മാറും? സ്ലേറ്റ് ആയിട്ട് മാറും. കളിമണ്ണ് നമുക്ക് അവിടെ ഷെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെയിലിൻ്റെ ഒപ്പം ഏത് കൂടി ഓർക്കണം? കളിമണ്ണും കൂടി ഓർത്ത് കേട്ടോ. കളിമണ്ണും ഷെയിലൊക്കെയാണ് ഏതായിട്ട് മാറുക? കാലക്രമേണ സ്ലേറ്റ് ആയിട്ട് മാറുന്നത്. ഇനി അവസാദ ശിലകളെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്? ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകളാണിത്, അവസാദ ശിലകൾ. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ അതായത് റോക്സ് കുറച്ച് പഠിക്കാനുള്ള കാര്യങ്ങളാണ്, കുറച്ച് പഠിക്കാറുണ്ട്. റോക്സ് നിർബന്ധമായി പഠിക്കണം. അതിൽ 3 ടൈപ്പിന് നിങ്ങൾക്ക് അറിയാലോ. ഇഗ്നിയസ്, മെറ്റമോർഫിക് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഉണ്ട്. ആ 3 ടൈപ്പിൽ വരുന്ന കാറ്റഗറിയിൽ ഏതൊക്കെയാണ് വരുന്നത് അതൊക്കെ അതേപോലെ അത് നിർബന്ധമായിട്ട് പഠിച്ചോണം. അതിൽ കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇഗ്നിയസ്, ഓക്കെ, ഇഗ്നിയസ് റോക്സിൽ വരുന്നതിൽ ഗ്രാനൈറ്റ് മെയിനായിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഇതിനും കൂടി കേട്ടോ, ബസാൾട്ട് കൂടി പഠിക്കണം. ഇതിൽ ബസാൾട്ട് ഇല്ല, ബസാൾട്ട് നിർബന്ധമായിട്ട് പഠിക്കണം. ബസാൾട്ട് എന്താണ്? ഒരു ആഗ്നേയശിലയാണ്, ഇഗ്നിയസ് റോക്കാണ് ബസാൾട്ട്. അടുത്തത് സെഡിമെൻ്ററി റോക്സിൽ വരുന്നതാണ് സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, കോൾ, ഇതൊക്കെ. അടുത്ത മെറ്റമോർഫിക് എന്ന് വെച്ചാൽ കാലക്രമേണ മാറ്റം വന്നിട്ട് അതിൽ വരുന്നതാണ് സ്ലേറ്റും മാർബിളൊക്കെ. ഓക്കെ, ആ ഒരു കാര്യം നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം നോക്കിയോ. ഇനി അടുത്തത് 14ാമത്തെ, സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? പോളിക്കോണിക് കേട്ടോ, പോളിക്കോണിക് പ്രൊജക്ഷനാണ് സർവേ ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. അതിൽ മെയിനായിട്ട് പോളിക്കോണിക് ടു UTM പ്രൊജക്ഷൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അവർ സൈറ്റിലൊക്കെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് സർവേ ഓഫ് ഇന്ത്യയിൽ. റെഡി. ഇനി ടോപ്പോഗ്രഫിക് മാപ്പ് എന്താ? ടോപ്പോഗ്രഫിക് മാപ്പാണ് നമ്മൾ മലയാളത്തിൽ ധരാതലീയ ഭൂപടം എന്ന് വിളിക്കുന്നത് കേട്ടോ. അതായത് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതമായ എല്ലാ ഉപരിതല സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്ന വിശദമായിട്ട് വരക്കുന്ന ഭൂപടങ്ങളാണിത് ടോപ്പോഗ്രഫിക് മാപ്പ് അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങൾ. ധരാതലീയ ഭൂപടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കോണായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കോണ്ടൂർ രേഖ. എന്താ ഈ കോണ്ടൂർ രേഖ എന്നുള്ളത്? അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലേക്ക് വരുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന ഒരു ഇമേജിനറി സാങ്കല്പിക ലൈനുകളാണിത് കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ രേഖകളുടെ കളർ ഏതാണെന്ന് ചോദിക്കാണ്ട് തവിട്ട് കേട്ടോ. കോണ്ടൂർ രേഖകളുടെ കളറാണ് തവിട്ട് കളർ. ഇനി 15ാമത്തത് 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് രാജ്യത്താണ്? ജപ്പാൻ.
കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. ജപ്പാൻ ഏകദേശം സുനാമിയൊക്കെ ബാധിക്കുന്ന നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് ജപ്പാൻ. നോട്ടോ കറണ്ട് അഫെയർ ആണ്, ജപ്പാനിലാണ് വരുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. പണനയത്തിൻ്റെ ഓക്കെ, മണി മാനേജ്മെൻറ്റ്, മോണിറ്ററി പോളിസികളൊക്കെ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഇംഗ്ലീഷ് നോക്കുക, കുറേ കൂടി ചിലപ്പം കുറച്ച് പേർക്ക് കുറച്ചും കൂടി പെട്ടെന്ന് കത്തുന്ന ഇംഗ്ലീഷ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇംഗ്ലീഷ് ഞാൻ വെറുതെ പറയാം. ഫൈൻഡ് ഔട്ട് ദ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടും. ഏതൊക്കെയാണ്? ഒന്ന് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റും അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ പഠിക്കുന്നതാണ്, മോണിറ്ററി പോളിസിയിൽ പഠിക്കുന്നതാണ്. ഇത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഡെഫിസിറ്റ് ഫിനാൻസിങ് ടാക്സേഷൻ പോളിസിയൊന്നും അതിൽ വരുന്നില്ല, നിങ്ങൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് കിട്ടുന്നതാണ് ആ ഒരു കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ 1, 3 ആണ് ഇതിൻ്റെ ആൻസർ. 1, 3. 1, 3 മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റും നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. ഈ നിയമാനുസൃത എന്നൊക്കെ കാണുമ്പോൾ അവിടെ ഡൗട്ട് അടിക്കാൻ നിൽക്കേണ്ട, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ബി ആണ് ആൻസർ. ഇനി ഇതിൽ പഠിക്കേണ്ടത് മെയിനായിട്ട് ഇത് തന്നെയാണ് കേട്ടോ. മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് തന്നെയാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഒന്ന് ക്യാഷ് റിസർവ് റേഷ്യോ, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബാങ്ക് റേറ്റ്, സ്റ്റെബിലൈസേഷൻ സ്കീം. ഓക്കെ, ഇതൊക്കെയാണ് മോണിറ്ററി പോളിസിയിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് സാധനങ്ങൾ അതാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഏകദേശം എല്ലാ റാങ്ക് ഫയലും നിങ്ങൾക്ക് അത് വായിച്ച് പഠിക്കാൻ പറ്റും. 17ാമത്തതും ഇംഗ്ലീഷ് വായിക്കുന്നതായിരിക്കും ആദ്യം നല്ലത്. വാട്ട് ഡസ് ദ ഗവൺമെൻറ് ഡു ഇൻ എ കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി? ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നതെന്നാണ്. എന്താ സങ്കോചപരം എന്നുള്ള ആദ്യം ഞാൻ പറഞ്ഞുതരാം. എന്താ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി എന്ന് വെച്ചാൽ, അതായത് ഈ മോണിറ്ററി പോളിസി ഇൻറ്റൻഡ് ടു റെഡ്യൂസ് ദ റൈസ് ഓഫ് മോണിറ്ററി എക്സ്പാൻഷൻ ടു ഫൈറ്റ് ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് വരുന്നതാണിത് കേട്ടോ. ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് കൊണ്ടുവരുന്ന പോളിസിയാണിത്. അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ? പണപ്പെരുപ്പ സമയത്ത് എന്ത് ചെയ്യും? സർക്കാർ ഉയർന്ന നികുതി ഈടാക്കും. ഒന്നാമത് അത് കിട്ടണം ഫസ്റ്റ്. ഉയർന്ന നികുതികളും കുറഞ്ഞ സർക്കാർ ചെലവുമാണ്. ഓക്കെ, അപ്പോൾ സങ്കോചപരമായ ധനത്തിൽ സർക്കാർ ചെയ്യുന്നത്. ഇനി ഈ ഇൻഫ്ലേഷൻ്റെ ടൈമിൽ കേട്ടോ, ഇത് ഓർത്ത് വെച്ചോളെ, ഇത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇൻഫ്ലേഷൻ്റെ ടൈമിൽ പണപ്പെരുപ്പ സമയത്ത് ഇതിനൊക്കെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതായത് ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ, ഇതൊക്കെ എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് വർദ്ധിപ്പിക്കും. റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കും, റിവേഴ്സ് റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കും. പിന്നെ OMO, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, സെക്യൂരിറ്റികൾ വിൽക്കും. ഓക്കെ, ബാങ്ക് റേറ്റ് ഉയർത്തും. ഓക്കെ, ഏകദേശം വർദ്ധിക്കുന്നുള്ള രീതിയിലാണ് കിട്ടുന്നത് കേട്ടോ. ഇത് ഇൻഫ്ലേഷൻ്റെ ടൈമിലാണ്. ഡിഫ്ലേഷൻ്റെ ടൈമിൽ നേരെ തിരിച്ചാവും. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, ഡിഗ്രി ലെവലിൽ പ്രത്യേകിച്ച് ചോദിച്ച് കാണാറുണ്ട് ഈ ഒരു ടൈപ്പ്. ഇനി 18ാമത്തത്, ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ചോദിക്കുന്നത് കേട്ടോ. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഏതാ? ഇക്വേഷൻ കുറച്ച് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് GDP ആയിട്ടും അതേപോലെ നാഷണൽ ഇൻകമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ മതി. അപ്പോൾ ഏത് കിട്ടും? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇതിൽ ഏറ്റവും ഫസ്റ്റ് പഠിക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ 5 കമ്പനി ചേർന്നാണ്. C+I+G+X-M. അതായത് C എന്ന് വെച്ചാൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ അന്തിമ ഉപഭോഗ ചെലവാണിത് C. I എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. G എന്ന് വെച്ചാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇത് മൂന്നും കൂട്ടിയിട്ട് അതിൽ നിന്ന് ഏത് കുറക്കുന്നതാണ്? X-7. അതായത് അറ്റ കയറ്റുമതി കുറച്ച് കഴിഞ്ഞാൽ ഏത് കിട്ടും? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചോ. പിന്നെ ഈ 2 ഇക്വേഷൻസും, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, അതെന്താണ്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. അതേപോലെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഏത് ഒരു ഇക്വേഷൻ കൂടിൻ്റേത്? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? NFIA. ഓക്കെ, നെറ്റ് ഫാക്ടർ ഓഫ് ഇൻകം ഫ്രം അബ്രോഡ്, അതാണ് NFIA. സോ അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏത് കിട്ടും? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും കേട്ടോ. അടുത്ത ഇതിന് നാഷണൽ ഇൻകത്തിനെ പറ്റി ഇക്വേഷൻസ് ഒന്നും പറഞ്ഞില്ലേ, അതൊക്കെ ബുക്കിലുണ്ടാവും, നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പഠിച്ചോണം. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 19ാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഒന്നുമില്ല, ഇതിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഏത് ഇയറിലാണ് വന്നെന്നോ മാത്രം എന്ത് ചെയ്താൽ മതി? അറിഞ്ഞാൽ മതി. അത് അറിയെങ്കിൽ ഏകദേശം കിട്ടും. ഇപ്പോൾ 1999 കേട്ടോ.
1999 എന്ത് ചെയ്യുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കുന്നത്. ആ ടൈമിലുണ്ടായിരുന്ന 5 ഇയർ പ്ലാൻ ഏതാപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതിയാണ് 9. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ IRDA ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മറന്നുകൊണ്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് 1999 ആക്ടിലാണ് വരുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദാണ്, തെലങ്കാനയിലെ ഹൈദരാബാദിലാണ്. ഇനി 9ാം 5 ഇയർ പ്ലാനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ചോദിച്ച 5 ഇയർ പ്ലാനിൽ 9 ഇടക്കിടക്ക് കാണാറുണ്ട്. 9ന് കുറേ പ്രത്യേകത ഉണ്ട്. 9ൽ ഒരു പ്രത്യേകത ഓർത്ത് വെച്ചിട്ട് അതുമായിട്ട് അങ്ങ് കണക്ട് ചെയ്താൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലത്. 9ൻ്റെ ഒരു പ്രത്യേകത എന്താ? ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കുടുംബശ്രീ വന്നത് ഏത് 5 ഇയർ പ്ലാനിലാണ്? 9ൽ. പിന്നെ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് എല്ലാം കണക്ട് ചെയ്യുക. ഗ്രാമീണ വികസനവും വികേന്ദ്രിക ആസൂത്രണം. ഇപ്പോൾ കുടുംബശ്രീ വന്നുകൊണ്ട് ഗ്രാമങ്ങൾ വികസിച്ചെന്ന് ഓർത്ത് വെച്ചാൽ 9ാം 5 ഇയർ പ്ലാനിൽ അത് കിട്ടും. ജനകീയ പദ്ധതി, കുടുംബശ്രീ വന്നതോടുകൂടി ജനകീയമായി അല്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഓരോന്നായിട്ട്. പിന്നെ എന്നുള്ള സ്ത്രീ ഘടക പദ്ധതി, അതായത് തദ്ദേശ സ്വയംഭരണ തലങ്ങളിൽ സ്ത്രീ ഘടക പദ്ധതി കൊണ്ടുവന്നതും ഈ 9ാമല്ല. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. റീസെൻ്റായിട്ട് ഈ ക്വസ്റ്റ്യൻ ഈ ഒരു കാര്യം 5 ഇയർ പ്ലാനാണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സർവ്വശിക്ഷാ അഭിയാൻ, പ്രാഥമിക തലത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് 2001 തുടങ്ങിയതാണ് SS. പിന്നെ അതേപോലെ പോട്ട എന്താ? പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്, അതും വന്നത് 5 ഇയർ പ്ലാൻ ടൈമിലാണ്. പിന്നെ ഒരു ന്യൂക്ലിയർ എക്സ്പെരിമെൻ്റ് ഉണ്ട് ആ ടൈമിൽ വന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇയർ പഠിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി എളുപ്പമാവും. കാരണം 5 ഇയർ പ്ലാൻ ആ ഇയറിൽ ഏതാണെന്ന് നോക്കിയാൽ മതിയല്ലോ. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായിട്ട് താഴെ പറയുന്നതിൽ ഏത് മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഏത് മന്ത്രാലയം? ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം കേട്ടോ. ലേബർ എംപ്ലോയ്മെൻറ്റ് തൊഴിലാളികളുടെയാണ്. അപ്പോൾ ലേബർ എംപ്ലോയ്മെൻ്റ് ആണ്. അസംഘടിതം എന്ന് വെച്ചാൽ എന്താ? നോൺ ഓർഗനൈസ്ഡ് കേട്ടോ. 19 ഈ ശ്രം ക്രിയേറ്റർ സെൻട്രലൈസ്ഡ് ഡാറ്റ ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. ഈ ശ്രം പോർട്ടൽ നിർബന്ധമായിട്ട് പഠിക്കണേ, അത് എപ്പോഴും ന്യൂസിലൊക്കെ വരുന്നതാണ്. ഒരു ഈ ശ്രം കാർഡ് ഉണ്ട് അവർക്കിപ്പോൾ, ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള വർക്കേഴ്സിന് ഒരു 12 ഡിജിറ്റുള്ള ഈ ശ്രം കാർഡ്. ഇവർക്ക് ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന വഴി എന്താ ഗുണം? അതായത് അവർ എലിജിബിലിറ്റി 2 ലക്ഷം വരെ കിട്ടും. ഡെത്തോ പെർമനൻറ്റ് ഡിസബിലിറ്റി പറ്റിക്കഴിഞ്ഞാൽ, ജോലിയുടെ ഇടക്ക് പറ്റിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 ലക്ഷം വരെ കിട്ടും. ഇനി പാർഷ്യൽ ഡിസബിലിറ്റിയാണ് 1 ലക്ഷം വരെ അവർക്ക് ഇത് ഇൻഷുറൻസ് ആയിട്ട് കിട്ടും. ഓക്കെ, അതേപോലെ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്കീമാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. അതായത് COVID-19 ശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ എക്കണോമിക്ക് വളരെ താണിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീമാണ് ഇത് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. അത് നിങ്ങൾക്ക് ഇപ്പം ഈ റീസെൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റൊക്കെ നോക്കുമ്പോൾ ബഡ്ജറ്റിലൊക്കെ ഇങ്ങനെ അതിൽ കാണാം ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന എന്നുള്ളത്. അതേപോലെ വന്നാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ കേട്ടോ, PMSYM. അതായത് ഇതൊരു പെൻഷൻ സ്കീം എന്ന് വെച്ചാൽ നമുക്ക് വളരെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പെൻഷനാക്കാണ്. 18 മുതൽ 40 വയസ്സുള്ള ആർക്കും ജോയിൻ ചെയ്യാം. അവർക്ക് എന്ത് ചെയ്യും? മാക്സിമം 15,000 അല്ലെ അതിന് താഴെ ഒരു പെൻഷൻ കിട്ടും. ഓക്കെ, പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ. ഇതൊക്കെ എന്ത് സ്കീം എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്നുള്ളതാണ് ഇവിടെ പഠിക്കേണ്ടത് മെയിനായിട്ട്. അങ്ങനെയൊക്കെ ഇതിനാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് ഇതിലുള്ളത് 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല, 21 മുതൽ 30 വരെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ബൈ.